വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിയുമായാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം 3 കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി അല്പം വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് ഇവിടെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മോമോസിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ 3 മീഡിയം സൈസ് സവാള, അല്പം വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക് ഇവയെല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ഒന്ന് നമുക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മോമോസിൻ്റെ ഫില്ലിംഗ് ഇവിടെ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസിന് വേണ്ട ഷീറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആ മൈദ നമുക്ക് നന്നായി ഇതുപോലെ ചെറിയ പീസാക്കി പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മടക്കിയെടുക്കാം. അവരവരുടെ യുക്തിക്ക് അനുസരിച്ച് ഏത് ഷേപ്പ് വേണമോ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേ ഷേപ്പിൽ ഇത്രയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം നമുക്കൊന്ന് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ചട്നി തയ്യാറാക്കുന്നതിന് വേണ്ടി 4 ടൊമാറ്റോ, 4-5 വറ്റൽമുളക് ഇവ രണ്ടും ഒന്ന് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം പേസ്റ്റ് രൂപത്തിൽ നന്നായി അരച്ചെടുക്കുക. കണ്ടോ, നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഈ അരപ്പ് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനോടൊപ്പം നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ വിനീഗറും അല്പം ഉപ്പും പിന്നെ അല്പം നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് യോജിപ്പിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇതിലെ വെള്ളമെല്ലാം വറ്റി ഒരു തിക്ക് ഗ്രേവിയുടെ പരുവത്തിന് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ചട്നി തയ്യാറായി. അതിനോടൊപ്പം നമ്മുടെ മോമോസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫൈനലി നമ്മുടെ ചിക്കൻ മോമോസും ചട്നിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചട്നിയോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്.